നിങ്ങൾക്ക് സംസ്ഥാനത്ത് ജീവിക്കാനുള്ള അവസരമാണ് ഈ സർക്കാർ സർവീസ് ഈ സർക്കാർ ഗവൺമെന്റ് സർവീസ് ഈ ഗവൺമെന്റ് തന്നിരിക്കുന്നത്. ഈ ഗവൺമെന്റ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാനാണ്. നിങ്ങൾക്ക് ജീവിക്കാനാണ് ഈ ഈ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാം ചെയ്തു വരുന്ന ഈ സംസ്ഥാന സർക്കാർ. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ അഴിഞ്ഞാടാനും മറ്റേ കുറ്റകൃത്യങ്ങൾ കാണിക്കാനും അവനൊക്കെ ചെയ്യേണ്ട തരത്തിൽ നമ്മുടെ സംസ്ഥാനം ഉണ്ട്. ജീവിക്കാനുള്ള സൗകര്യം ഇതിനപ്പുറം എന്തുണ്ട്? അവർക്ക് ക്ഷേമനിധി, ഇൻഷുറൻസ്, എല്ലാ സൗകര്യങ്ങളാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ചെയ്തു വരുന്നത്. കൊണ്ടോ അല്ല, ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് ഇവിടെ ആസാം, മറ്റേ ബംഗാൾ, ഈ രണ്ട് സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഇവ കാണിച്ചു വരുന്നത്. കൊലപാതകം ചെയ്തു വരുന്ന ഈ രണ്ട് സംസ്ഥാനം ആസാം, ബംഗാൾ. ഉണ്ട് സാർ, ഉണ്ട്. അതെ സാർ. അധികം അത് ഇവരാണ്. മൊത്തത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും ഈ രണ്ട് സംസ്ഥാനം ആസാം, ബംഗാൾ, മറ്റേ നേപ്പാളൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലും ഇവിടെ എല്ലാ ആനുകൂല്യം കൊടുത്തു വരികയാണ്. ക്ഷേമനിധി ഉൾപ്പെടെയുള്ള അവർ ഈ ഇവിടെ അതിക്രമങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ലോക്കപ്പ് വിടും, അവരെ ഇവിടെ വിടും. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് സംസ്ഥാനത്ത് ജീവിക്കാനുള്ള അവസരമാണ് ഈ സർക്കാർ സർവീസ് ഈ സർക്കാർ ഗവൺമെന്റ് സർവീസ് ഈ ഗവൺമെന്റ് തന്നിരിക്കുന്നത്. ഈ ഗവൺമെന്റ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാനാണ്, അതിക്രമം കാണിക്കാനല്ല. ഈ ബംഗാളായാലും മറ്റേ ആസാമായാലും ഏത് ജീവിക്കുന്നു, തൊഴിലാളി ജീവിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത്. ഇത് മറ്റു തരത്തില് അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു വിടും. മാത്രമല്ല ഇങ്ങനെ ഒരു അതിക്രമം കൂടുമ്പം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടാവുന്ന ഒരു വീഴ്ചയല്ലേ? കാരണം ഇത്രയും ആളുകൾ വന്നിട്ടുള്ളതിന്റെ കൃത്യമായ ഡാറ്റാസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ പല കേസുകളിലും കണ്ടു. അപ്പം അത്തരം ഒരു വീഴ്ചയ്ക്ക് ഒരു പരിഹാരം വേണ്ടേ? കൂടിയേ തീരൂ. ഇത് ഞാൻ മാത്രം പറഞ്ഞു, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ സെക്രട്ടറിയിൽ നിന്ന് പെൻഷനായ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എന്നാൽ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ഈ വീഴ്ചയുള്ള സംസ്ഥാന ഗവൺമെന്റിലുള്ള വീഴ്ചയാണ്. ഈ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വളരെ ജാഗ്രതയാണ് ചെയ്തു വരുന്നത്. അവര് ഇപ്പോഴും വലിയ കുഴപ്പം ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമുള്ളവനെ കൊണ്ട് ഇടേണ്ട ഭാഗത്ത് ഇടും, അവനെ പറഞ്ഞു വിടേണ്ട ഭാഗത്ത് പറയാൻ. ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ സാഹചര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത ക്ഷേമനിധി വരെ ഈ സംസ്ഥാനം എല്ലാം ചെയ്തു വരുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ചോദിച്ചു. ഒരു പ്രശ്നമില്ല സാറേ, ക്ഷമിക്കണം. ഇത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സർക്കാർ നിങ്ങളെ പറഞ്ഞു വിടും കേട്ടോ, ഒന്നുമില്ല.